തമിഴ് രാഷ്ട്രീയത്തിൽ പുതിയ വിപ്ലവ കൊടുങ്കാറ്റുയർത്തിയ സൂപ്പർ സ്റ്റാർ വിജയുടെ പാർട്ടിയായ തമിഴക വെട്രിക്കഴകം. ഈ പാർട്ടിയുടെ രാഷ്ട്രീയ ഭാവി എന്താകും? കരൂർ ദുരന്തം തമിഴ്നാട്ടിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറ്റിയെഴുതുന്ന പുതിയ വഴിത്തിരിവാകുമോ? പ്രതിസന്ധി TVKയ്ക്ക് വളമാകുമോ? അതോ ദുരന്തത്തിന്റെ പ്രത്യാഘാതങ്ങളിൽ തട്ടി വിജയുടെ പാർട്ടിക്ക് അടിതെറ്റുമോ? DMKയുടെ ഒറ്റപ്പെടുത്തൽ ശ്രമങ്ങൾക്കിടയിലും വിജയ്ക്ക് പിന്തുണയുമായി കോൺഗ്രസും BJPയും എത്തിയത് ശ്രദ്ധേയമാണ്. സാഹചര്യത്തിന്റെ ആനുകൂല്യം മുതലെടുത്ത് വിജയ്യെ NDA പാളയത്തിലെത്തിക്കാനുള്ള തന്ത്രങ്ങൾ മെനയുകയാണ് BJP. ഫയൽസ് പരിശോധിക്കുന്നു. വിജയുടെ പോക്ക് എങ്ങോട്ട്? വിവേചന ബുദ്ധിക്ക് മീതെ താരാരാധനയുടെ ഉന്മാദം കൊണ്ടു നടക്കുന്ന ആൾക്കൂട്ടം, രാഷ്ട്രീയ പ്രായോഗിക ബുദ്ധി വശമില്ലാത്ത നേതൃത്വം, കരൂരിൽ നഷ്ടപ്പെട്ട ജീവനുകൾക്ക് കാരണം തേടി അധികം അലയേണ്ടതില്ല. പക്ഷേ ഇത് തമിഴ്നാടാണ്. അധികാരത്തിലെത്താൻ ഇവിടെ താരാരാധനയുടെ ബലം മതിയെന്ന് ചരിത്രം തെളിയിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിൽ സിനിമയും രാഷ്ട്രീയവും വിരുദ്ധ ധ്രുവങ്ങളല്ല. ഒരു മാസ് സിനിമയുടെ കഥയിലെന്ന പോലെ വെള്ളിത്തിരയിലെ താരങ്ങളെ തമിഴകം അധികാരത്തിലേക്ക് നയിച്ചിട്ടുണ്ട്. 1949 അണ്ണാദുരൈയുടെ DMK ജന്മമെടുത്തപ്പോൾ മുതൽ വെള്ളിത്തിരയുടെ സൂപ്പർ സ്റ്റാറുകൾ തമിഴകത്തെ രാഷ്ട്രീയ ചരിത്രമെഴുതി. MGR, ജയലളിത, അവർ സ്ക്രീനിൽ നായകരായിരുന്നു, അധികാരത്തിലെ ഹീറോകളും. വിജയിൻ്റെ തമിഴക വെട്രിക്കഴകം ഈ പാരമ്പര്യത്തിൻ്റെ പുതിയ അധ്യായമാണ്. എന്നാൽ സിനിമ വഴി എത്തിയവർക്കെല്ലാം തമിഴകം അധികാരം നൽകിയിട്ടില്ലെന്നതും ഇതോടൊപ്പം കൂട്ടി വായിക്കേണ്ടതുണ്ട്. സിനിമയും രാഷ്ട്രീയവും തമിഴകത്ത് ഇടകലർന്നിരിക്കുന്നു എന്ന് പറയുമ്പോഴും സിനിമയല്ല രാഷ്ട്രീയം എന്ന ബോധ്യമാകാം. MGRനും ജയലളിതയ്ക്കും ശേഷം ഒരു സിനിമാ താരത്തിനും തമിഴ്നാട്ടിൽ അധികാരം പിടിക്കാനായിട്ടില്ല. MGRനൊപ്പം തന്നെ തമിഴ് സിനിമയിൽ നിറഞ്ഞു നിന്നിരുന്ന ശിവാജി ഗണേശന്റെ തമിഴക മുന്നേറ്റ മുന്നണി ഒരിടത്തുമെത്തിയില്ല. വിജയകാന്തിനോ കമലഹാസനോ തമിഴക രാഷ്ട്രീയത്തിൽ വിജയകരമായ ബദലുകൾ സൃഷ്ടിക്കാനായില്ല. പൂർണ്ണസമയ അർപ്പണവും അധ്വാനവും ആവശ്യപ്പെടുന്ന കർമ്മരംഗമാണ് രാഷ്ട്രീയം. ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് രാഷ്ട്രീയത്തിലേക്ക് താനില്ലെന്ന് രജനീകാന്ത് തീരുമാനിച്ചത്. 2024 ഓഗസ്റ്റിലാണ് വിജയ് ആരാധക വൃന്ദത്തെ വിപുലീകരിച്ച് രാഷ്ട്രീയ പാർട്ടിയാക്കി മാറ്റിയത്. രാഷ്ട്രീയമായി DMKയും പ്രത്യയശാസ്ത്രപരമായി BJPയുമാണ് എതിരാളികളെന്ന് പ്രഖ്യാപിച്ചു. DMK ഭരണത്തിൽ തൻ്റെ സിനിമകൾക്ക് തിയേറ്ററുകൾ നിഷേധിച്ച അവസ്ഥ സൃഷ്ടിച്ച ക്രോധവും വാശിയും രാഷ്ട്രീയ പാർട്ടി രൂപീകരണത്തിനുള്ള കാരണമായി വിലയിരുത്താം. തമിഴൻ, തലൈവ, കത്തി, മെർസൽ, സർക്കാർ തുടങ്ങിയ സിനിമകളിൽ അഴിമതിക്കും അനീതിക്കുമെതിരെയുള്ള നായകത്വവും വർഷങ്ങളായി നടത്തുന്ന സന്നദ്ധ പ്രവർത്തനങ്ങളുമാണ് ഇതുവരെയുള്ള വിജയുടെ രാഷ്ട്രീയ മുടക്കുമുതൽ. DMKയ്ക്ക് ഏകബദൽ താനാണെന്ന് സിനിമാ സ്റ്റൈലിൽ പറഞ്ഞ് ആരാധകരെ ആവേശം കൊള്ളിക്കുന്നു. BJP വിരുദ്ധ രാഷ്ട്രീയം പുതുതലമുറയുടെ ഭാഷയിൽ അവതരിപ്പിക്കുന്നു. രാഷ്ട്രീയ നീക്കങ്ങളിൽ വിജയുടെ പ്രാവീണ്യമെന്തെന്ന് മനസ്സിലാക്കാൻ ഇതല്ലാതെ മറ്റൊന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ലായിരുന്നു. എന്നാൽ കരൂർ വിജയിൻ്റെ നേതൃപാടവത്തിൽ ചോദ്യചിഹ്നമുയർത്തി. ആരാധകർക്ക് മുന്നിൽ വന്നുനിന്ന് കൈവീശി കാണിച്ച് പഞ്ച് ഡയലോഗുകൾ തട്ടിവിട്ട ശേഷം സ്വകാര്യതയിലേക്ക് ഒളിച്ചോടുന്ന പണിയല്ല രാഷ്ട്രീയം. ഒരു നേതാവിന് ദുരന്തഭൂമിയിൽ നിന്ന് എങ്ങനെയാണ് ഓടിപ്പോവാൻ കഴിയുക എന്നാണ് മദ്രാസ് ഹൈക്കോടതി പോലും ചോദിച്ചത്. ആരാധക സംഘങ്ങളും രാഷ്ട്രീയ പ്രവർത്തകരും തമ്മിലുള്ള വ്യത്യാസം കരൂർ ദുരന്തം കൈകാര്യം ചെയ്യുന്നതിൽ TVKയ്ക്കുണ്ടായ വീഴ്ചയിൽ പ്രകടമായിരുന്നു. എങ്കിലും കരൂർ ദുരന്തം വിജയിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ പരിസമാപ്തിയാണെന്ന് ആലോചിക്കുന്നത് പോലും അബദ്ധമാകും. 1991നും 96നുമിടയിൽ ജയലളിത നേരിട്ട കുംഭകോണം മഹാമഹം. അന്ന് ജയലളിതയുടെ സാന്നിധ്യം സൃഷ്ടിച്ച തിക്കിലും തിരക്കിലും 50 പേരാണ് മരിച്ചത്. 96ലെ തെരഞ്ഞെടുപ്പിൽ തമിഴ് ജനത ജയലളിതയെ അധികാരത്തിൽ നിന്നും വലിച്ചെറിഞ്ഞു. എന്നാൽ ജയലളിത വീണ്ടും വിജയത്തിലേക്ക് തിരിച്ചു വന്നു. പാഠങ്ങൾ പഠിക്കുക എന്നത് രാഷ്ട്രീയത്തിൽ സുപ്രധാനമാണ്. തമിഴകം പിടിക്കുന്നതിനുള്ള പോരാട്ടത്തിൽ വിജയ് നേരിടുന്ന പ്രധാന വെല്ലുവിളി അനുഭവ സമ്പത്തിൻ്റെ അഭാവമെന്നതിന് കരൂർ അടിവരയിട്ടു. ഒരു സുപ്രഭാതത്തിൽ പുതിയൊരു പാർട്ടി തുടങ്ങിക്കൊണ്ടല്ല MGR കരുണാനിധിക്കും DMKയ്ക്കുമെതിരെ കളത്തിലിറങ്ങിയത്. ഒട്ടേറെ വർഷങ്ങൾ MGR അണ്ണാദുരൈയുടെയും കരുണാനിധിയുടെയും ഒപ്പമുണ്ടായിരുന്നു. ഈ പ്രവർത്തന പരിചയത്തിൻ്റെ പിൻബലത്തിൽ MGR അണ്ണാ DMKയ്ക്ക് ജന്മം കൊടുക്കുമ്പോൾ
തമിഴകം അത്തരമൊരു പാർട്ടിക്കായി കാത്തിരിക്കുകയായിരുന്നു. ഇത്തരമൊരു സാഹചര്യമല്ല ഇന്ന് തമിഴകത്ത്. കെ സ്റ്റാലിൻ നയിക്കുന്ന DMK സംഘടനാ തലത്തിൽ സുശക്തമാണ്. അഴിമതി ഉൾപ്പെടെ ആരോപണങ്ങളുണ്ടെങ്കിലും സ്റ്റാലിൻ്റെ ജനപ്രീതി ഇടിഞ്ഞിട്ടില്ല. പക്ഷേ സ്റ്റാലിന് പകരം DMKയുടെ തലപ്പത്തേക്ക് മകൻ ഉദയനിധി എത്തുമ്പോൾ കളി മാറിമറിയാം. ഇവിടെ വിജയ്ക്ക് അവസരമുണ്ടായേക്കാം. രാഷ്ട്രീയ തന്ത്രജ്ഞതയിൽ പിതാവ് കരുണാനിധിയെ കടത്തിവെട്ടുന്ന സ്റ്റാലിൻ തൻ്റെ നില ഭദ്രമാക്കാനുള്ള ശ്രമങ്ങൾ കാലേക്കൂട്ടി തുടങ്ങിക്കഴിഞ്ഞു. തൻ്റെ മുന്നണിയായ മതേതര പുരോഗമന സഖ്യത്തെ ബലപ്പെടുത്താനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. വിജയ്ക്കില്ലാത്തത് കരുത്തുള്ള സഖ്യകക്ഷികളാണെന്ന് സ്റ്റാലിനറിയാം. സംസ്ഥാനത്തെ ഒപ്പം കൂട്ടാവുന്ന കക്ഷികളെയെല്ലാം തന്നോടടുപ്പിക്കുകയാണ് സ്റ്റാലിൻ. TVKയുടെ സമീപത്തേക്ക് ആരും പോകരുതെന്ന ജാഗ്രതയാണത്. രാമദോസ് നേതൃത്വം നൽകുന്ന പട്ടാളി മക്കൾ കക്ഷിയെയും നടൻ വിജയകാന്തിൻ്റെ ഭാര്യ പ്രേമലത വിജയകാന്ത് നേതൃത്വം നൽകുന്ന ദേശീയ മുർപോക്ക് ദ്രാവിഡ കഴകത്തെയും സഖ്യത്തിൽ ചേർക്കാനാണ് സ്റ്റാലിൻ ശ്രമിക്കുന്നത്. ഇരു കക്ഷികൾക്കും ഈ നീക്കത്തിൽ താൽപ്പര്യവുമുണ്ട്. മറുവശത്തെ AIDMK നേതൃതലത്തിൽ ശുഷ്കമാണ്. ജയലളിതയുടെ മരണത്തിന് ശേഷം ആ പാർട്ടിയിൽ ജനമേറ്റെടുത്ത ഒരു നേതാവില്ല. എടപ്പാടി പഴനിസ്വാമി മികച്ച സംഘാടകനാണെങ്കിലും ജനകീയതയിൽ ബഹുദൂരം പിന്നിലാണ്. കാര്യങ്ങൾ ഇങ്ങനെയെങ്കിലും തമിഴകത്ത് DMKക്കെതിരെ ശക്തമായ പാർട്ടി AIDMK തന്നെയാണ്. ഈ സ്ഥാനം ഏറ്റെടുക്കാനാണ് BJP ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വിജയിൻ്റെ രാഷ്ട്രീയ പാർട്ടി DMKയേക്കാൾ വെല്ലുവിളി ഉയർത്തുന്നത് BJPക്കാണെന്ന് പറയാൻ കാരണവും ഇതുതന്നെയാണ്. രാഷ്ട്രീയഗതി ഇങ്ങനെയൊക്കെയാണെങ്കിലും വിജയെ മുന്നണിയിലെത്തിച്ചാൽ നേട്ടമെന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. കരൂർ ദുരന്തത്തിന് ശേഷവും വിജയ്ക്ക് ലഭിക്കുന്ന രാഷ്ട്രീയ പിന്തുണ തമിഴ്നാട്ടിലെ മാറിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൻ്റെ സൂചകം കൂടിയാണ്. നേരത്തെ 2026 തെരഞ്ഞെടുപ്പിൽ TVK ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നായിരുന്നു വിജയുടെ പ്രഖ്യാപനം. എന്നാൽ ദുരന്തത്തെ തുടർന്നുണ്ടായ സാഹചര്യത്തിൽ പുതിയ തന്ത്രങ്ങൾ മെനയാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. കോൺഗ്രസും BJPയും TVKയുമായുള്ള ബന്ധം ഊഷ്മളമാക്കാനുള്ള ശ്രമത്തിലാണ്. മോദി, നിങ്ങൾ രാജ്യത്തെ ജനങ്ങൾക്ക് നന്മ ചെയ്യുന്നതിനാണോ മൂന്നാമതും അധികാരത്തിലെത്തിയത്, അതോ മുസ്ലിങ്ങളെ ദ്രോഹിക്കുന്നതിനോ എന്ന് ചോദിച്ച വിജയ്, TVK താമരയിലയിൽ വെള്ളം പിടിക്കില്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞ വിജയ് U-turn അടിക്കുമോ എന്ന ചോദ്യം ഉയരുന്ന സമയം കൂടിയാണിത്. ദുരന്തത്തിന് ശേഷം അമിത്ഷായുടെ ഫോൺ പോലും എടുക്കാതിരുന്ന വിജയ് എടപ്പാടി പളനിസ്വാമിയുമായി ചർച്ച നടത്തി എന്ന വാർത്തകളിൽ ഇതുവരെ പ്രതികരിക്കാത്തത് സംശയത്തിന് കാരണമാകുന്നു. എന്ത് പ്രച്ഛന്നവേഷം കെട്ടിയാലും BJPക്ക് തമിഴ്നാട്ടിൽ ഒന്നും ചെയ്യാനാകില്ലെന്ന നിലപാടിൽ വെള്ളം ചേർത്താൽ വിജയെ കാത്തിരിക്കുന്നത് ഒരുപക്ഷേ കരൂരിനേക്കാൾ വലിയ തിരിച്ചടിയായേക്കാം. 30 വയസ്സിന് താഴെയുള്ള ചെറുപ്പക്കാരാണ് വിജയുടെ ആരാധകർ. പക്ഷേ തമിഴകം പിടിക്കാൻ ഈ ആരാധക വൃന്ദം മാത്രം പോരാതെ വരും. തമിഴ് സിനിമയിൽ വിജയ് നേടിയ വിജയം വളരെ വലുതാണ്. അതിലും വലിയ രാഷ്ട്രീയ വിജയം കരസ്ഥമാക്കണമെങ്കിൽ വിജയ് ലക്ഷ്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാതെ, ആശയങ്ങളിൽ വെള്ളം ചേർക്കാതെ ഇനിയും ഒട്ടേറെ ദൂരം സഞ്ചരിച്ചേ മതിയാകൂ.